ഹായ് എല്ലാവർക്കും സ്വാഗതം. ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു സൂപ്പർ പവറാണ്. പക്ഷേ അതെങ്ങനെ ലൈഫിൽ കൊണ്ടുവരും? ഡിസിപ്ലിൻ ഇസ് ഡെസ്റ്റിനി എന്ന ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കിയാലോ? ഈ പുസ്തകം പറയുന്ന മെയിൻ ഐഡിയ ഇതാണ്. നമ്മുടെ വിധിയെ കൺട്രോൾ ചെയ്യാനുള്ള വഴി ഡിസിപ്ലിനിലൂടെയാണ്. അത് വെറും ഒരു ശീലമല്ല, നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ് അച്ചടക്കം പാലിക്കാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത്? രാവിലെ നേരത്തെ എണീക്കുമ്പോഴാണോ, അതോ ഡയറ്റിലിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം മുന്നിൽ കാണുമ്പോഴാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ഉത്തരങ്ങളും വന്നിട്ടുണ്ടാകും, അല്ലേ? പക്ഷേ ശരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കോമൺ കാരണമുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ ഡിസിപ്ലിൻ ടെസ്റ്റ്. നമ്മൾ ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയോടിരിക്കാൻ പറ്റുമോ? അതാണ് ശരിക്കുള്ള പരീക്ഷണം. ചുറ്റും എന്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നതിനെയാണ് യഥാർത്ഥ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൽ എങ്ങനെ ജയിക്കും? അതിനുള്ള ഉത്തരം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള ആദ്യത്തെ 2 പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠം. ഇത് ശരിക്കും ഏതൊരു വലിയ ബിൽഡിങ്ങിനും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണമല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അപ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ എന്ന ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരം. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മുതൽ. നമുക്കാകെ ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കുക, നന്നായിട്ട് നോക്കുക. നല്ല ഭക്ഷണം, ആവശ്യത്തിന് ഉറക്കം, കുറച്ച് വ്യായാമം, ഇതെല്ലാം ഡിസിപ്ലിന്റെ ഭാഗമാണ്. കാരണം ഈയൊരു വണ്ടിയിലാണ് നമുക്ക് ലൈഫ് മുഴുവൻ ഓടാനുള്ളത്. ശരീരത്തിന്റെ കാര്യം ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ മനസ്സ്. ഫിസിക്കൽ സ്ട്രെങ്ത് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ സ്ട്രെങ്തും, നമ്മുടെ കാഴ്ചപ്പാടും. അതാണ് 2ാമത്തെ പാഠം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് സാധാരണയാണ്. പക്ഷേ ഒന്നോർക്കുക, നമ്മളെക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ആൾക്കാരുണ്ട്. നമ്മുടെ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്നതിനു പകരം ചില കാര്യങ്ങൾ നമ്മളങ്ങ് സഹിച്ചേ പറ്റൂ. ഇത് നമ്മുടെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ കാണാനും കൂടുതൽ മാനസിക ശക്തി തരാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി പുറത്തേക്കിറങ്ങാം, അതായത് നമ്മുടെ പ്രവൃത്തികളിലേക്ക്. കാരണം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വെറും ചിന്തയല്ല, അതൊരു ആക്ഷൻ കൂടിയാണ്. നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെ ഡിസിപ്ലിൻ കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പോൾ 3ാമത്തെ പാഠം. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രവൃത്തികളുടെ പ്രാധാന്യം. നിങ്ങൾ ഞാനത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറയുന്നതിലല്ല കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ്. വെറുതെ സംസാരിച്ച് സമയം കളയാതെ പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരാളാവുക. വാക്കുകൾക്ക് വിലയുണ്ടാകാം, പക്ഷേ ശരിക്കുള്ള പവർ പ്രവൃത്തികൾക്കാണ്. നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളല്ല, നിങ്ങൾ ചെയ്തു തീർക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രവർത്തിക്കണമെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അവിടെയാണ് 4ാമത്തെ പാഠം വരുന്നത്. ഇത് ധൈര്യത്തെയും കഠിനാധ്വാനത്തെയും കുറിച്ചുള്ളതാണ്. മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായി നിങ്ങളുടെ ജോലിക്ക് ഹാജരാവുക, അത് പൂർത്തിയാക്കുക. എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാതെ ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ ശരീരം, മനസ്സ്, പ്രവൃത്തി ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് കിട്ടുന്ന റിവാർഡ്? അതാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം എന്ത് കിട്ടാനാണ്? കുറെ പണമോ അതോ പ്രശസ്തിയോ? എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രതിഫലം? ഉത്തരമിതാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നതിലല്ല യഥാർത്ഥത്തിൽ കാര്യം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഡിസിപ്ലിൻ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് ഈ യാത്രയിൽ നിങ്ങൾ കൂടുതൽ കരുത്തുള്ള നല്ലൊരു വ്യക്തിയായി മാറുന്നു എന്നതാണ്. അപ്പോൾ ഈ 5 വലിയ പാഠങ്ങൾ നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് കേട്ടിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ, എവിടെന്നെങ്കിലും തുടങ്ങണ്ടേ? ഈ അറിവിനെ ഒരു പ്രവൃത്തിയായി മാറ്റാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഈ അറിവ് വെറുതെ കേട്ടുപോകാനുള്ളതല്ല, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് തിരിച്ചു പോകാം. ശരീരത്തെ ബഹുമാനിക്കുക. ഇന്ന് തന്നെ അതിനുവേണ്ടി ഒരു കുഞ്ഞു കാര്യം ചെയ്യുക. അത് ചിലപ്പോൾ ഒരു ഗ്ലാസ് കൂടുതൽ വെള്ളം കുടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കാൻ പോകുന്നതായിരിക്കാം. ഓർക്കുക, ഏറ്റവും ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളൂ.